ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഹായ്, ഞാൻ ലെസ്ലി. ഞാൻ ലവ്ലി. എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ബീഫ് ഫ്രൈയും മീൻ ഫ്രൈ ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മളൊരു സവോള അരിഞ്ഞ് വെക്കാറുണ്ട്. അപ്പോൾ സവോളയും ചിക്കനും ചേർത്തുള്ള നല്ലൊരു ഒണിയൻ ചിക്കൻ റോസ്റ്റാണ് ഞങ്ങൾ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ സവോളയൊക്കെ അരിഞ്ഞുണ്ടാക്കുന്ന വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സവോളയൊക്കെ കുഴഞ്ഞു പോകുന്നത്. പക്ഷെ ഒട്ടും കുഴഞ്ഞു പോയല്ല. സവോള ഞങ്ങൾ നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചിക്കൻ, ഞങ്ങൾ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യണം. അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷമാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ചിക്കന്. നന്നായിട്ടത് പിടിച്ച് കഴിയുമ്പോൾ ചിക്കൻ നന്നായിട്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ എരിവും കുറഞ്ഞിരിക്കും. അതോടുകൂടി നല്ലൊരു കളറും ആയിരിക്കും ആ ചിക്കൻ കറിക്ക്. ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മസാലക്കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു 5 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, ഒരു 8-10 കുരുമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 3 ചെറിയ കഷ്ണം കറുവപ്പട്ട, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 കൂടെ ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മുടെ മസാലക്കൂട്ട് ഒരല്പം വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ സവോളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സവോള നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവോള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 4 സവോള, മീഡിയം സവോള കൊണ്ടാണല്ലോ നമ്മൾ ചിക്കൻ തയ്യാറാക്കുന്നത്. ഒരു 4 സവോള നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 4 സവോളയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം. എന്നാലും പെട്ടെന്ന് നമുക്കത് ഫ്രൈ ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മളത് ഫ്രൈ ആകാൻ വേണ്ടി എണ്ണയിലേക്ക് ഇട്ടിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമ്മൾ 3 തക്കാളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. സവോള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. സവോള ഒത്തിരി കരിഞ്ഞു പോരുത്. കരിഞ്ഞു പോയ ഒരു കയ്പുണ്ടാവും. അപ്പം നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് വേണം നന്നായിട്ടത് ഫ്രൈ ചെയ്തെടുക്കാൻ. സവോള നമ്മൾ ഫ്രൈ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ പേസ്റ്റ് രൂപത്തിൽ അരച്ച് വെച്ച അരപ്പൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ സവോള ഫ്രൈ ചെയ്ത സമയത്ത് അല്പം എണ്ണ മിച്ചമുണ്ടായിരുന്നു. ആ എണ്ണയിൽ തന്നെ നമ്മളത് മസാല മൂപ്പിച്ചാൽ മതി. അഥവാ ഇനിയിപ്പോൾ എണ്ണയില്ലെങ്കിൽ അല്പം എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ എണ്ണ കിടന്ന് ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കിട്ടണം. ഇല്ലെങ്കിൽ ആ ചിക്കൻ്റെ ടേസ്റ്റ് ഒരു പച്ച ചുവയ്ക്കും. അതുകൊണ്ട് അത് പച്ചമണം മാറുന്നോടം വരെ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ചെറിയ ഫ്ലെയിമിലിട്ടേ നമ്മളത് ഇളക്കി കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അരപ്പെല്ലാം കരിഞ്ഞു പോവും. അരപ്പൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 3 മീഡിയം സൈസിലുള്ള തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ തന്നെ 2 പച്ചമുളകും നമ്മൾ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ്. അതുകൊണ്ട് നമുക്ക് തക്കാളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. നമ്മൾ പേസ്റ്റ് രൂപത്തിൽ തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് അലിഞ്ഞു ചേരണം. എണ്ണയൊക്കെ തെളിയുന്നോടം വരെ നമുക്ക് ആ ചെറു തീയിലിട്ട് നമ്മൾ നന്നായിട്ട് അത് വഴറ്റിയെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതും കൂടെ നമുക്ക് ആ മസാലക്കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്ത് തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സവോള നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ചിക്കനിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിക്കോളും. അതുകൊണ്ട് മറ്റു വെള്ളങ്ങളൊന്നും നമുക്ക് ചേർക്കണ്ട. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-20 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചിക്കൻ വേവിക്കാൻ വെച്ചിട്ട് ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ആവിയൊക്കെ പറക്കുന്നുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കാം. ഇടയ്ക്ക് ഞങ്ങൾ തുറന്നൊക്കെ നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല റോസ്റ്റായിട്ടുണ്ടല്ലേ, നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഒന്ന് തൂളിക്കൊടുക്കാം. ചിക്കന് കറിവേപ്പിലയൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു സ്വാദാണ്. ഒരല്പം മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഒണിയൻ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒണിയൻ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മോനും മോൻ്റെ കൂട്ടുകാരനും ഇവിടെ വന്നിട്ടുണ്ട്. അവരെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് വിളിക്കാം. ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ലെസ്ലി സൂപ്പർ ആട്ടോ. ഇഷ്ടമായോ? മക്കൾക്ക് ടേസ്റ്റ് ഒക്കെ നോക്കി മക്കൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ബ്രെഡിനൊക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു റോസ്റ്റാണ്. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്നും പറഞ്ഞൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സൂപ്പർ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.